നമ്മളിത് വേണ്ടി നോക്കാനായിട്ട് പോകുന്നത് വെച്ചാൽ ഐഫോൺ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് കുറയും, അതുപോലെ തന്നെ ബാറ്ററി ഒട്ടും നിൽക്കുന്നില്ല, അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും അല്ല എന്നുള്ള ആ ഒരു ടോക്കാണ് എല്ലാവരും പറയാറുണ്ട് സാധാരണ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഷോർട്ട് കട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ബാറ്ററി 10 ടൈം ഫാസ്റ്ററായിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് സഹായിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുമെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തോടൊപ്പം ബെല്ലൈക്കൺ ഓളിലോട്ട് വിഷയപ്പെടുത്തുകയാണെങ്കിൽ ഇതുപോലെ ഇൻഫോർമേറ്റീവുള്ള വീഡിയോസും നിങ്ങളെ ഫോണിൽ ഉപേക്ഷയായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ പോകാം. വാട്സ്ആപ്പ് ബേസിക് വെൽക്കം മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ഒരു ലിങ്ക് ഉണ്ടാകും, ജസ്റ്റ് സിംഗിളായിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സഫാരിയിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഗെറ്റ് ഷോർട്ട് കട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഷോർട്ട് കട്ട് ആപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ലോഡായിട്ട് വരും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ആഡ് ഷോർട്ട് കട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. എൻ്റർ ചാർജിങ് ബൂസ്റ്റ് മോഡ്, അതുപോലെ തന്നെ എക്സിറ്റ് ചാർജിങ് ബൂസ്റ്റ് മോഡ്, അതുപോലെ തന്നെ എൻ്റർ സൂപ്പർ ലോ ബാറ്ററി സെർവർ, അതായത് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എൻ്റർ ചാർജിങ് ബൂസ്റ്റ് മോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഫസ്റ്റായിട്ട് നിങ്ങൾ അലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ഓഫായിട്ടുണ്ടാവും. നിങ്ങളെ ബ്രൈറ്റ്നസ് ഒക്കെ കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏറ്റവും എയറോപ്ലെയിൻ മോഡിൽ വരെ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന എല്ലാ ഓപ്ഷൻസും ഒറ്റ ക്ലിക്ക് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീണ്ടും ഈ ഒരു ഷോർട്ട് കട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എക്സിറ്റ് ചാർജിങ് ബൂസ്റ്റ് മോഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ പഴയ മോഡിലോട്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള അടുത്തൊരു ഓപ്ഷനാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും എൻ്റർ സൂപ്പർ ലോ പവർ ലോ ബാറ്ററി സെർവർ. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ചാർജ് ചെയ്യാൻ യാതൊരു നിവൃത്തിയില്ല. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, വൈഫൈ റിമൈൻഡ് ഓൺ, ബ്ലൂടൂത്ത് എല്ലാം ഓഫായിട്ടുണ്ട്. ഓക്കെ, വൈഫൈ മാത്രം ഓണായി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എക്സിറ്റ് ലോ പവർ മൂഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നോർമൽ അവസ്ഥയിലേക്ക് തന്നെ വരും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കാൽക്കുലേറ്റ് ഹൗ ലോങ് ഫോർ ടു ചാർജ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ആ ഒരു ശതമാനത്തിൽ നിന്നും എത്രത്തോളം നിങ്ങൾക്ക് ടൈം എടുക്കും എന്ന് കാണാൻ സാധിക്കും. എൻ്റേത് 136 മിനിറ്റാണ് ചാർജ് ചെയ്യാനുള്ള ടൈം കാണിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഡണ്ണ് കൊടുക്കാം. വീണ്ടും നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് വരുന്ന ഓപ്ഷനാണ് റീസ്റ്റാർട്ട് ഫോൺ. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണൊന്ന് റീസ്റ്റാർട്ട് ആകുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ ഷോർട്ട് കട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതിനുശേഷം നമുക്ക് എല്ലാം സെറ്റായി കിട്ടുന്നതായിരിക്കും. എന്തായാലും 10 ടൈം ഫാസ്റ്റർ എന്ന് പറയാൻ കാരണം നിങ്ങളിപ്പോൾ ചെയ്യുന്നതിനെക്കാട്ടും എന്തായാലും ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചാർജിങ്ങിൻ്റെ കാര്യത്തിലും ബാറ്ററിയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ട്രിക്കിലൂടെയാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പോയിട്ട് സെറ്റിങ്സിൽ പോയിട്ട് ഓരോന്നോരോന്നായിട്ട് ഡിസേബിൾ ചെയ്യാനേ സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി നമുക്ക് ഒറ്റ കുടക്കീയിൽ കിട്ടുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഇത്. ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളെ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മളിപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന എല്ലാ കംപ്ലീറ്റ് പ്രോസസ്സും ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഓഫായി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ബാറ്ററി എത്രത്തോളം ചാർജ് ആവാനുണ്ട് ആ ഒരു ടൈമും നമുക്ക് ഐഫോണിൽ അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിശ്വസിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ ഞാൻ തരാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്യാൻ ശേഷം ഒന്ന് ഫോളോ ചെയ്യുക. ഡൗട്ടും കാര്യങ്ങളൊക്കെ അവിടെ ശേഷം ഞാനും കറക്റ്റായിട്ട് റിപ്ലൈ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി കിട്ടണമെന്ന് പോയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.